നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വായിച്ചേ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോട് കൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ഒരു ആൾക്ക് 100 ആട് ഉണ്ട് എന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്ത് വീട്ടിൽ വന്ന സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? അത് കണ്ടു കിട്ടും വരെയും സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സ്നേഹിതന്മാരെയും. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ഈ ഭാഗത്ത് നിന്നാണ്. ഇവിടെ നമുക്കറിയാം, ഇതിനകത്തെല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെയും തിരികെ ലഭിക്കുന്നതിൻ്റെയും ഉപമകളാണ് ഇതിനകത്ത്. 3 ഉപമകളാണ്. ഏതൊക്കെയാ ഉപമകളെന്ന് പറഞ്ഞ് ഒന്ന് ആടുകിനെ കാണാതെ പോകുന്നു. 2 കോയിൻ പണം കാണാതെ പോകുന്നു. 3 മകനെ കാണാതെ പോകും. ഇതെല്ലാം നഷ്ടപ്പെടുന്നതിൻ്റെ ഉപമകളാണ്. പക്ഷെ അതെല്ലാം എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത് നഷ്ടമല്ല, അവസാനിക്കുന്നത് കണ്ടെത്തി എന്ന് പറഞ്ഞ ഒരു സ്വത്രം പറഞ്ഞ്. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ പറഞ്ഞ ഉപമ. നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം, മോഷ്ടിക്കപ്പെട്ടേക്കാം, ചോർന്നു പോയേക്കാം. പക്ഷേ ഇതിനെല്ലാം കണ്ടെത്തുന്ന ഒരു നാഥൻ നമുക്കുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞു. അതിനെല്ലാം തിരികെ പിടിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ വേളകളിൽ തന്നെ നമുക്കറിയാം, ഇവൻ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോലും നഷ്ടപ്പെട്ടു പോവുകയും കർത്താവിനെ വിട്ടുപോവുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട്. എമ്മവസിലേക്ക് പോയ ശിഷ്യന്മാർ പടകും വലയുമെല്ലാം എടുത്ത് തിരികെ മീൻ പിടിക്കാൻ പോയ മറ്റ് പത്രോസ് ഉൾപ്പെടെ വരുന്ന അപ്പോസ്തോലിക ശുശ്രൂഷകന്മാർ, ഇവരെല്ലാവരും നഷ്ടപ്പെട്ടു പോയപ്പോഴൊക്കെ ഈ ഉപമകൾ പറഞ്ഞ യേശു കർത്താവ് തന്നെ അവരെ തേടി, അവരെ അന്വേഷിച്ച്, ഹല്ലേലൂയ, അവർ പോയ അത് വഴിയെ പുറകെ പോയി ഇവരെ തിരികെ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. അതൊക്കെ യേശുക്രിസ്തുവിൻ്റെ ക്യാരക്ടറാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ രക്ഷിപ്പാനല്ലോ ദൈവപുത്രൻ ഭൂമിയിൽ വന്നത്. ഒരു സ്തോത്രം പറഞ്ഞേ. ഇവിടെ നമ്മൾ ഇതിലേക്ക് വരികയാണ്. ഇവിടെ നമുക്കറിയാം, ചുങ്കക്കാരും പാപികളും, ഇതിൻ്റെ ആരംഭം 15-ാം അധ്യായം കുറിക്കുന്നതിന് ചുങ്കക്കാരും പാപികളെല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഈ ചുങ്കക്കാരും പാപികളും എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ യഹൂദന്റെ മനസ്സനുസരിച്ച് നഷ്ടപ്പെട്ടു പോയവരാണ്. അവർ മതത്തിനകത്ത് നിന്ന് പുറത്തുപോയവരാണ്. മോശയിക ന്യായപ്രമാണത്തിനകത്ത് നിന്ന് അത് ചെയ്യാതെ, അതനുസരിക്കാതെ, ഒരുപക്ഷെ വചനം, ഇന്ന് നമ്മൾ പറഞ്ഞാൽ വചനം അനുസരിക്കാതെ, അല്ലെങ്കിൽ ദൈവകൃപയ്ക്കകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയവരാണ്. അന്ന് യഹൂദന്മാർ ചുങ്കക്കാരാകാൻ പാടില്ല. അവരുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കണം, പാപത്തിലേക്ക് പോകാൻ പാടില്ല. പക്ഷേ ഇവരെല്ലാവരും
മതം അവരെ തള്ളിക്കളഞ്ഞു, മതം അവരെ പാപിയെന്നെണ്ണി, മതം അവരെ കുറ്റക്കാരെന്ന് പറഞ്ഞു. ഇവരെ ആരെയും സമൂഹം, ഒരു സാധാരണ സമൂഹം അവരെ എന്ത് ചെയ്യില്ല, അവരെ ഒന്നിനും ഉൾക്കൊള്ളാറില്ല. പക്ഷെ എന്ത് ചെയ്തു? യേശു ശുശ്രൂഷിച്ചു തുടങ്ങിയപ്പോൾ ഇവരെല്ലാവരും യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. കാരണം യേശുവിൻ്റെ വാക്കുകളിൽ ഇവരെ ആരെയും പാപികളെന്ന് യേശു പറഞ്ഞില്ല. ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ പാപം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ യേശു എന്ത് ചെയ്തിട്ടില്ല? പാപി എന്ന് അവരെ അഡ്രസ് ചെയ്തിട്ടില്ല. പാപി എന്ന് ഇവരെ അഡ്രസ് ചെയ്യുന്നത് ആരാ? മതമാണ് അവരെ പാപി എന്ന് അഡ്രസ് ചെയ്തത്. അവർ പാപികളും, ഇവിടെ നോക്കിയ പാപികളും ചുങ്കക്കാരും യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് ആര് പറഞ്ഞു? അവർ പറഞ്ഞു, മതത്തിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു, ഇവൻ അവരെയൊക്കെ കൈക്കൊള്ളും. യേശു ഒരിക്കലും ഇവരെ നോക്കി പാപികളെന്ന് പറഞ്ഞിട്ടില്ല. ഇവരെ നോക്കി നിങ്ങൾ യോഗ്യതയില്ലാത്തവരെന്ന് യേശു ഇവരെ നോക്കി പറഞ്ഞിട്ടില്ല. യേശു അവരെ എല്ലാവരെയും, ഹല്ലേലൂയ, അവൻ്റെ പ്രസംഗം അവരെ സ്വാധീനിച്ചു, ആകർഷിച്ചു. അവരെല്ലാവരും അവൻ്റെ അടുക്കലേക്ക് കൂടി വരുവാനിടയായി. ഇത് കണ്ടിട്ടാണ് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമകൾ പറഞ്ഞു തുടങ്ങി. ഈ 3 കാറ്റഗറീസ് അവൻ പറഞ്ഞു. അതിലൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. ഞാൻ പലപ്പോഴും ബാക്കി ഭാഗങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് ഇതിനകത്ത് നമുക്കറിയാം. ഇത് നോക്കി, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട്. 10 സിൽവർ കോയിനാണ്. അന്നത്തെ സിൽവർ കോയിൻ, അതിനെയാണ് ദ്രഹ്മ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് കോയിനുകൾ വളരെ കുറവാണ് അല്ലേ? പണ്ട് ഈ അരയും കാലണയും മുക്കാലണയും ഒക്കെ അല്ലേ? പണ്ടൊരു കാലണയൊക്കെ കൊടുത്ത കാലണയൊക്കെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? കാലണ അരയണ അല്ലേ? മുക്കാലണ. നമ്മുടെയൊക്കെ കാലഘട്ടം വന്നപ്പം 1 പൈസ 2 പൈസ ഉണ്ടായിരുന്നു, 50 പൈസ. അത് നിങ്ങളുടെ കാലഘട്ടം അല്ലേ? ഒരു പൈസയൊക്കെ കണ്ടിട്ടില്ലേ? സന്തോഷ് ബ്രദർ 1 പൈസ കണ്ടിട്ടില്ലേ? 5 പൈസ കണ്ടിട്ടില്ല. എന്നെക്കാളും ഇളയതാണ് അല്ലേ? നമുക്ക് അന്ന് ഒരു 5 പൈസ കൊടുത്ത് ഒരു നാരങ്ങ മിഠായി കിട്ടും അല്ലേ? 5 മിഠായി, നാരങ്ങ, അങ്ങനെയൊക്കെ അണകളുണ്ട് അല്ലേ? അണകളും പൈസയും. ഇന്ന് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന 5 രൂപ കോയിന് മാത്രമേ കാണാനുള്ളൂ. വേറെ കോയിനുണ്ടോ? 1 രൂപയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ബാങ്കിലെടുക്കില്ല എന്ന് തോന്നുന്നു അല്ലേ? 5 രൂപ, 1 രൂപ ഉണ്ടോ? 1 രൂപ ഉണ്ട്, 2 രൂപയൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ 10 സിൽവർ കോയിൻ എന്ന് പറയുന്നത്, ഇത് ഒരു സ്ത്രീയുടെ കയ്യിൽ 10 സിൽവർ കോയിൻ ഉണ്ടെന്ന് പറയുന്നത്, അത് അവൾ ഇപ്പം നമ്മൾ അന്നത്തെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു സ്ത്രീ അവളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബാൻഡ് പോലെ എന്ത് ചെയ്യും, ഈ 10 കോയിനുകൾ ഇങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു റിബൺ പോലെയാണ്. അതിങ്ങനെ കഴുത്തിലിടുകയോ തലയിൽ ഇങ്ങനെ കെട്ടുകയോ ചെയ്യും. അതെന്തിനാണെന്നറിയോ? അവൾ വിവാഹം കഴിച്ചതാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. പിടികിട്ടുന്നുണ്ട്? ഇപ്പം രാജസ്ഥാനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വിവാഹം കഴിച്ചതിൻ്റെ തെളിവാണ് അവർ ഇത്ര നീളമുള്ള കൈ മുഴുവൻ വളയിടും. അങ്ങനെ ഗുജറാത്തിൽ വേറൊരു സ്റ്റൈല്. ഇപ്പോൾ ഇന്ത്യയിൽ പല ഇടത്തും, ഇപ്പം യൂറോപ്പിലേക്കൊക്കെ പോകുമ്പോൾ വിവാഹം കഴിച്ചതിൻ്റെ ഒരു സിംബോളിക്കായിട്ട് അവർ റിങ് ഇടും, കയ്യിൽ ഒരു മോതിരം ഇടും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ്. അതുപോലെയാണ് യഹൂദ വിഭാഗത്തിനകത്ത് 10 കോയിനുകൾ, 10 സിൽവർ കോയിനുകൾ ഇങ്ങനെ ഒരു ബാൻഡിനകത്തുണ്ട്. അതിനെ എന്ത് ചെയ്യും? തലയിൽ കെട്ടുകയോ കഴുത്തിൽ ഇടുകയോ ഒക്കെ ചെയ്യും.
അപ്പൊ ഇതിൽ ഒരു കോയിനാണ് നഷ്ടപ്പെട്ടു പോയത്. പിടി കിട്ടുന്നുണ്ടോ? അപ്പോൾ ഈ കോയിൻ നഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ നോക്കുക, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച്. അപ്പൊ ഈ ദ്രഹ്മ ഈ ചുമ്മാ ഒരു രൂപ കോയിൻ നഷ്ടപ്പെട്ട അനുഭവമല്ല. അപ്പൊ ഈ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ ഭയങ്കര അതിന്റെ ഒരു ഉപമകളാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് അത്രയും വാല്യൂ ഉള്ളതാണ്. 99 ആടുകൾ, അതിൽ 1 നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ 100 ആയാലേ 100 എണ്ണം ഒരു തികവാണ്. അതിൽ നിന്ന് 1 നഷ്ടപ്പെട്ടാലും അത് കുറവായിട്ടാണ് ആര് കാണുന്നത്? കർത്താവ് കാണുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് ചിന്തിക്കും? 99നെ വിട്ടിട്ട് 1 അന്വേഷിച്ച് കർത്താവ് പോവുക. നമ്മളാണ് എന്ത് ചെയ്യും? 99 നഷ്ടപ്പെടാതിരിക്കാൻ 1നെ വിട്ടുകളയും. പക്ഷെ കർത്താവ് അവിടെ കണ്ടത് 99 പോലെ തന്നെ അതിന്റെ പൂർത്തീകരണം വരണമെങ്കിൽ ഈ 1 കൂടെ വേണം. ഒരു സ്വത്രം പറഞ്ഞേ. ഇപ്പൊ 9 കോയിനുണ്ട്. 9 കോയിനിൽ അത് പൂർത്തീകരണം വരണമെങ്കിൽ ഈ നഷ്ടപ്പെട്ട 1 കൂടെ വേണം. പിടി കിട്ടുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ഈ വാല്യൂ ആണ് ആര് കാണുന്നേ? ദൈവരാജ്യത്തിൽ യേശു കർത്താവ് കാണുന്നേ. ഇപ്പൊ നമ്മൾക്കറിയാം, പൂജ്യത്തിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 1 കൂടെ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിന് വാല്യൂ വരുന്നത് എന്തുവാ? ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ചേരുമ്പോഴല്ലേ. അപ്പോൾ ഒരു പൂജ്യത്തിൻ്റെ കൂടെ യേശു കൂടെ വരുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്? എന്ത് ചെയ്യുക? 100 മാറുന്നത്. ഒരു സ്വത്രം പറഞ്ഞേ. അപ്പൊ ഇതിനകത്ത് 9 കോയിൻ ഉണ്ടെങ്കിലും അതിൻ്റെ 1 കോയിൻ നഷ്ടപ്പെട്ടാൽ ആ റിബൺ കൊണ്ട് പ്രയോജനമില്ല. 9ഉം 8ഉം 7ഉം ഒക്കെ പലരും ധരിക്കും. ഈ 1 കോയിൻ കൂടെ ആഡ് ചെയ്താലേ 10 ആകൂ. 10 ആയാലേ എന്തുള്ളൂ? ഇവൾ വിവാഹിതയാണ് എന്നുള്ളതിന്റെ സിംബോളിക്കാവും. ഇപ്പൊ 99 ഉണ്ട്, പക്ഷെ 100 ആണ് ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ആ ഇടയനെ ഏൽപ്പിച്ചിരിക്കുന്നത് 100 ആണ്. 100ഉം തിരികെ വരണം. ഇതുപോലെ വാല്യൂ ആണ് നമ്മെക്കുറിച്ച് ദൈവത്തിനുള്ളത്. ഒരു സ്വത്രം പറഞ്ഞേ. ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഞാനും കൂടെ വന്നാലേ അതിന് പൂർത്തീകരണമുള്ളൂ. പോരാ പിടികിട്ടിയവർ മാത്രം. ഒരു വീട്ടിനകത്ത് രക്ഷിക്കപ്പെട്ട് 4 പേരുണ്ട്. ഒരു വീട്ടിൽ 5 പേരുണ്ട്. അതിൽ 4 പേരും രക്ഷിക്കപ്പെട്ടതാണ്. പക്ഷേ ആ ഭവനത്തിന്റെ പൂർത്തീകരണം ആ ഒന്നുകൂടെ ദൈവരാജ്യത്തിനകത്ത് കയറുമ്പോഴാണ്. പിടികിട്ടിയവർ മാത്രം. സ്തോത്രം 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 സ്തോത്രം. നിന്റെ വീട്ടിൽ ഇനിയും ചിലർ രക്ഷിക്കപ്പെടുവാനുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒന്ന് ഞാൻ പറയാം, അത് പൂർത്തീകരണമായിട്ടില്ല. നിന്റെ വീട്ടിനകത്ത് ആ പൂർത്തീകരണമായിട്ടില്ല. ഇന്നും സ്വർഗം അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ദൈവം അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുക. എവിടെയോ നഷ്ടപ്പെട്ടു പോയതിനെ, നിന്റെ വീട്ടിൽ ചിലത് നഷ്ടപ്പെട്ടു പോയതിനെ, നിന്റെ കുടുംബത്തിൽ ചിലത് നഷ്ടപ്പെട്ടു പോയതിനെ, നിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയതിനെ സ്വർഗം തിരക്കിക്കൊണ്ടിരിക്കുക. അത് കണ്ടുകിട്ടോളം വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവരാജ്യത്തോട് ചേർന്ന് നിൽക്കുവാൻ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിൽ ഇനിയും ചിലത് രക്ഷിക്കപ്പെടുവാനുണ്ട്, ഇനിയും വിടുവിക്കപ്പെടുവാനുണ്ട്. ഇതിന്റെ പൂർത്തീകരണം നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുന്നത് 4 രക്ഷിക്കപ്പെട്ട പോരാ, 5 രക്ഷിക്കപ്പെടണം. 5ഉം 10ഉം രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ, 99 രക്ഷിക്കപ്പെട്ടാൽ പോരാ, 100ഉം ഇനി ഉള്ളതും വിശ്വസിക്കുന്ന ദൈവമക്കൾ. ഓ ഹല്ലേലൂയ, അവിടെയാ പൂർത്തീകരണം സംഭവിക്കുന്നേ. നിന്റെ മകനും രക്ഷിക്കപ്പെടണം, നിന്റെ മകളും രക്ഷിക്കപ്പെടണം, നിന്റെ ഭർത്താവും രക്ഷിക്കപ്പെടണം, നിന്റെ അമ്മായിയമ്മയും രക്ഷിക്കപ്പെടണം. നിന്റെ കുടുംബത്തില് ഇനിയും ദൈവത്തെ അറിയാത്ത ചിലവുണ്ടെങ്കിൽ സ്വർഗം അത് അന്വേഷിക്കുന്നുണ്ട്. കണ്ടുകിട്ടും വരെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവരാജ്യത്തോട് ചേർന്ന്
ഹല്ലേലൂയ, ഇന്ന് പകലിലൊന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞേ, എന്റെ കുടുംബത്തിൽ ഹല്ലേലൂയ ചില നഷ്ടമുണ്ട്, അത് നികത്തിയേ പറ്റൂ. നഷ്ടപ്പെട്ട ചിലതുണ്ട്, അത് മടങ്ങി വന്നേ പറ്റൂ. ദൈവരാജ്യത്തിനകത്ത് കയറാത്ത ചിലതുണ്ട്, അത് ദൈവരാജ്യത്തിനകത്ത് കയറി എന്റെ കുടുംബത്തിനകത്ത് ഒരു പൂർത്തീകരണം ഉണ്ടാകണം. പോരാ പോരാ പോരാ. ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകലിൽ ചിലരെ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, ചിലതിനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, ചിലതിനെ ഹല്ലേലൂയ മനസ്സിലോർത്തെന്ന് പ്രാർത്ഥിച്ച്. എൻ്റെ വീട്ടിൽ ചിലതുണ്ട്, എൻ്റെ മകൻ രക്ഷിക്കപ്പെടുവാനുണ്ട്, എൻ്റെ മകൾ രക്ഷിക്കപ്പെടുവാനുണ്ട്, എൻ്റെ കുടുംബം രക്ഷിക്കപ്പെടാനുണ്ട്, എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടാനുണ്ട്, എൻ്റെ മകൾ രക്ഷിക്കപ്പെടാനുണ്ട്. ആരെയൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ നിന്നെ കാണിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പറഞ്ഞു പറ, ഹല്ലേലൂയ, കർത്താവേ ഉണ്ട്, ഹല്ലേലൂയ, ഞങ്ങൾ 99, അത് പൂർത്തീകരണമല്ല, നഷ്ടപ്പെട്ടു പോയ ഒന്ന് പുറത്ത് കിടപ്പുണ്ട്, ഹല്ലേലൂയ, കാണാതെ പോയ ഒന്നുണ്ട്, അതിനെ തിരഞ്ഞ് രക്ഷിക്കണമേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അത് വിട്ടുകളയുന്നില്ല. നിന്നോട് ആത്മാവിൽ ഇന്ന് ഞാനൊരു ദൂത് പറയുക, നീ വിട്ടാലും സ്വർഗം അത് വിട്ടുകളയില്ല. നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്തു നിന്ന് ഈ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ പൂർത്തീകരണത്തിനാണ്, നഷ്ടപ്പെട്ടു പോകേണ്ടതിനല്ല. സ്തോത്രം. 9 പോരാ, 99 പോരാ. നഷ്ടപ്പെട്ടു പോയതിനെ കൂടെ ഈ ദൈവം ചേർക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. വിട്ടുകളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ, ഇന്ന് പകലിൽ പറ, എന്റെ ഭവനത്തിൽ ചിലതുകൂടെ നഷ്ടപ്പെട്ടതുണ്ട്, അതിനെ കൂടെ ദൈവം ചേർക്കും. അതിനെ കൂടെ ദൈവം എന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് ചേർക്കും, എന്റെ ഭവനത്തിൽ ചേർക്കും, എന്റെ ജീവിതത്തിനകത്ത്. ഹല്ലേലൂയ, ആരെങ്കിലുമൊക്കെ പേര് നിങ്ങൾക്ക് ഓർമ്മ വരുന്നെങ്കിൽ, ആരുടെയൊക്കെ മുഖം ഓർമ്മ വരുന്നെങ്കിൽ, ആരുടെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് ചിന്ത വരുന്നെങ്കിൽ, ഇന്ന് പകലിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. ഈ ആത്മനിറവിനകത്ത് നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ചിലത് ഹല്ലേലൂയ, അത് പുറത്തു കിടക്കുന്ന ചിലതുണ്ട് എന്റെ കുടുംബത്തിൽ. അതും കൂടെ ഇതിനകത്ത് കയറിയേ പറ്റൂ. അവരും കൂടെ ഇതിനകത്ത് വന്നേ പറ്റൂ. അവളുകൂടെ ഇതിനകത്ത് വന്നേ പറ്റൂ. അപ്പോഴാ ഹല്ലേലൂയ, അത് 100 മാറുന്നേ, പൂർത്തീകരണമായി മാറുന്നേ. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം അത് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ചിലതിനെ ഓർത്ത് കരയുന്ന നിന്നോട് ആത്മാവിൽ ദൂത് പറയുന്നു, ദൈവം അതിനെ ചേർക്കാൻ പോവുകയാണ്. അതിനെ കണ്ടെത്തി, അല്ലെ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി നിന്റെ കുടുംബത്തോട്, നിന്റെ ഭവനത്തോട് ഈ സ്വർഗത്തിലെ ദൈവം ചേർക്കും. അല്ലെ നിങ്ങൾ 2 പേരായിരിക്കുകയല്ല, 3 പേരായിരിക്കുകയല്ല. പൂർത്തീകരണം, 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 പൂർത്തീകരണം. ഇനി സ്നാനപ്പെടേണ്ടവനെ ദൈവം തൊട്ട് വിളിച്ചു വേർതിരിച്ച് സ്നാനപ്പെടുത്തി നിന്റെ കുടുംബത്തെ പൂർത്തീകരണത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ചലിപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ 9 പോരാ, നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ ഹല്ലേലൂയ കണ്ടെത്തിയേ പറ്റൂ. ഒരു പക്ഷെ നമ്മുടെ ലൈഫിനകത്ത് തന്നെ നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അല്ലെ, നമ്മൾ തന്നെ നഷ്ടം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ അവൻ ദൈവരാജ്യം വിട്ടു പോകുന്ന അനുഭവം മാത്രമല്ല, അവൻ പിന്മാറിപ്പോകുന്ന അനുഭവം മാത്രമല്ല. ഒരുപക്ഷെ ദൈവസന്നിധിക്ക് വരുന്നുണ്ടാകാം. ഇവിടെ ആദ്യത്തെ ഉപമയിൽ പറഞ്ഞു, ഒരാടിനെ കാണാതെ പോയി, അവരുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഒരു ഉപമയിൽ പറഞ്ഞു, ഒരു മകൻ വീട് വിട്ട് എന്ത് ചെയ്തു? വീട് വിട്ട് മനഃപൂർവമായി പോയി.
പക്ഷെ ഈ കോയിനെ കുറിച്ച് പറയുമ്പോ ഇത് വീട്ടിനകത്ത് തന്നെ ഉണ്ട്. പിടികിട്ടിയ? ഇത് പുറത്തു പോയതല്ല, ഇത് വീട്ടിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ മിസ്പ്ലേസ്ഡ് ആണ്. ഇത്രയൊക്കെ പിടികിട്ടിയെന്നറിയില്ല. വീട്ടിനകത്തുണ്ട്, സഭയ്ക്കകത്തുണ്ട്, പക്ഷെ എവിടെയാ? ലോസ്റ്റാ. പിടികിട്ടുന്നുണ്ട്? നമ്മള് ചർച്ചിനകത്തിരിക്കുക, ഞാൻ ഇവിടെ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലരുടെ മൈൻഡ് എവിടെയായിരിക്കും? എവിടെയായിരിക്കും? അങ്ങ് അടുക്കളയിലായിരിക്കും, അല്ല ആട്ടുംകൂട്ടിലായിരിക്കും, കോഴിക്കൂട്ടിലായിരിക്കും. അയ്യോ ഇന്ന് മഴ, ഞാൻ ആ തുണി പുറത്തിട്ടു, എന്ത് ചെയ്തില്ല, അകത്തിടാൻ മറന്നുപോയി. ഇതിനകത്തിരിക്കുക, കൈയടിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മെസ്സേജ് കേൾക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? കൈയടിക്കുന്നു. പക്ഷെ എവിടെയാ? ലോസ്റ്റാ. മൈൻഡ് എവിടെയാ? മൈൻഡ് എവിടെയാ? മൈൻഡ് വേറെ എവിടെ? ഇതിനെയും പറയുന്നത് ലോസ്റ്റ് എന്നാ, നഷ്ടപ്പെട്ടു എന്നാ പറയും. ഈ സ്പിരിച്വൽ റിലത്തിനകത്ത് ചിലത് ഇങ്ങനെയാ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയ്ക്കകത്തുണ്ട്, കൈയടിക്കാനുണ്ട്, പാടാനുണ്ട്, പക്ഷേ അവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധം ലോസ്റ്റാ. ഒരു സ്തോത്രം പറഞ്ഞ ആരും മിണ്ടുന്നില്ല. ദൈവവുമായിട്ടുള്ള കണക്ഷൻ എവിടെയോ നഷ്ടപ്പെട്ടു. ആരാധനയ്ക്ക് നേരത്തെ വരുന്നുണ്ട്, കയ്യിൽ ബൈബിളുണ്ട്, തലയിൽ തുണിയുണ്ട്, ഓൾ റിലീജിയസ് ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം ലോസ്റ്റാ, നഷ്ടപ്പെട്ടു. പിടികിട്ടുന്നുണ്ട്? ഇതിനെയാണ് ഭവനത്തിനകത്ത് നഷ്ടപ്പെട്ട കോയിനെ കുറിച്ച് പറയുന്നത്. ഇത് പുറത്തു പോയി നഷ്ടപ്പെട്ടതല്ല, ഇത് ഓടിപ്പോയത്, കോയിൻ ഓടിപ്പോയതുമല്ല, സ്വന്തമായി ഓടിപ്പോയതല്ല. ഇതിനകത്ത് തന്നെ ഉണ്ട്, ഇതിനകത്തുണ്ട്, വീട്ടിനകത്തുണ്ട്, പക്ഷെ എവിടെയില്ല? ദൈവരാജ്യത്തിനകത്തുണ്ട്, കർത്താവിന്റെ ഭവനത്തിനകത്തുണ്ട്, പക്ഷെ എന്ത് ചെയ്യുക? മറഞ്ഞിരിക്കുക. പിശാച് നിന്നെ മറച്ചിരുത്തിയിരിക്കുക. ചില കണ്ടിട്ടില്ലേ, ചർച്ചിൽ വന്ന തൂണിന്റെ മറവിരിക്കുന്നത്? ആരും എന്നെ കാണരുത്. സ്തോത്രം. ചിലർ തൂണിന്റെ മറവിൽ ഇരുന്നാലും തലയെങ്കിലും എന്ത് ചെയ്യും? ചിലർ തൂണിന്റെ സൈഡിൽ ഇരുന്നാലും തല എവിടെ കാണില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് നമുക്ക് തോന്നും, ഞാൻ ഇതിനകത്തുണ്ടല്ലോ, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടല്ലോ, ഞാൻ ദൈവരാജ്യത്തിനകത്തുണ്ടല്ലോ, ഞാൻ അന്യഭാഷ പറയുന്നുണ്ടല്ലോ, ഞാൻ ആരാധിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് എന്നോടും ചോദിക്കുകയാണ്, നീ റിയലി, യഥാർത്ഥമായി നീ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നീ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണ്? പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ചിന്താഗതി ദൈവാത്മാവ് സംസാരിക്കുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം, ചിലർക്കറിയാം. നിന്റെ പഴയ വിശ്വാസം നിനക്കില്ല. നീ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് ആരാധന നടക്കുമ്പോൾ ഞാൻ ഇതിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടു ചിലരൊക്കെ വളരെ ഹല്ലേലൂയ ആരെയും നോക്കാതെ കൈയടിക്കുന്നതും പാടുന്നതും ആരാധിക്കുന്നതും ഞാൻ കണ്ടു. വളരെ കുറച്ചു പേർ മാത്രം. ഒട്ടുമിക്ക ആൾക്കാരും റിതത്തിനൊത്തവണ്ണം, ഷൈൻ പാസ്റ്റർ പാടിയപ്പോ പാട്ടിന്റെ താളത്തിനൊത്തവണ്ണം. പക്ഷെ ഇതെല്ലാം മറന്നു പാടിയ ചിലരുണ്ട്. അവർ ഈ തണുപ്പത്തും വിയർത്തു. അവർ ഈ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അവർ വിയർത്തു. അവർ സ്വയം മറന്ന് കൈയടിച്ച് പാടുന്നത് കണ്ടു.
ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്താണ്. നമുക്കെല്ലാം തോന്നും ഞങ്ങൾ ഇതിനകത്തുണ്ടല്ലോ, ഞാൻ ഇതിനകത്തുണ്ടല്ലോ, ഞാൻ പോകുന്നത് ഒരു ആത്മീയ കൂട്ടായ്മയ്ക്കകത്തല്ലേ, ആരാധനയ്ക്കകത്തല്ലേ. പക്ഷെ ഇന്ന് പകലിൽ നിന്നെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്ക്. നീ എവിടെയോ നഷ്ടപ്പെട്ടു പോയ കോയിനല്ലേ? എവിടെയോ നിന്റെ ആത്മീയം നഷ്ടപ്പെട്ടു പോയില്ലേ? എവിടെയോ നിന്റെ സ്പിരിച്വാലിറ്റി, ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം, ദൈവവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ട് ആരാധനയും പ്രാർത്ഥനയും റിച്വൽസായി ഓരോ ഞായറാഴ്ചയും ചെയ്യുന്നത് അതുപോലെ റിപ്പീറ്റഡ് ആയി ചെയ്യുന്നതാണോ, അതോ എൻ്റെ അകത്തു നിന്ന് വരുന്നതാണോ ഈ ആരാധനയൊന്നൊന്ന് പരിശോധിച്ചു നോക്കി. സ്വത്രം പറഞ്ഞേ, ആ തീഷ്ണത നിന്റെ അകത്ത് വെളിപ്പെടുന്നുണ്ടോ? ആ തീഷ്ണത നിന്റെ അകത്ത് വരുന്നുണ്ടോ? യേശു എന്ന് കേൾക്കുമ്പോൾ അകത്ത് ഒരു കത്തലുണ്ടോ? ഒരു സ്വത്രം പറഞ്ഞേ. യേശു എന്ന് കേൾക്കുമ്പോ, കർത്താവ് എന്ന് കേൾക്കുമ്പോ, ആരാധന എന്ന് കേൾക്കുമ്പോ, പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോ നിന്റെ അകത്തൊരു കത്തലില്ലെങ്കിൽ ഓർത്തോളണം, നീ എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നീ വീട്ടിനകത്താ, പക്ഷെ നീ മറഞ്ഞിരിക്കുക. സ്തോത്രം. പരിശുദ്ധ അമ്മ മറ്റൊരു തലം കൂടെ എന്നെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ചിലത്, ദൈവരാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ചിലത്, ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി നിൽക്കേണ്ട ചിലതിനെ പിശാച് മറച്ചു വെച്ചേക്കുക. കാരണം നീ കൂടെ ഒന്ന് എഴുന്നേറ്റാലേ ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണമുള്ളൂ. അപ്പൊ ഇത് നഷ്ടപ്പെട്ടത് വീട്ടിനകത്താ. ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടി 100% പ്രയോജനപ്പെടേണ്ട നീ അല്ലെങ്കിൽ എവിടെയോ മറഞ്ഞിരിക്കുക. ഒഴിവ് കഴിവുകൾ പറഞ്ഞ്, സാഹചര്യങ്ങൾ പറഞ്ഞ്, അല്ലെ ഒന്ന് ചിന്തിച്ചു നോക്കി. എത്രയോ പേര് ഇതിനകത്ത് ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വാസിയായിട്ടല്ല, ദൈവരാജ്യത്തിന് നിൽക്കാൻ വിളിക്കപ്പെട്ട വിളി കിടക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. തെരഞ്ഞെടുപ്പ് കിടക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ജ്വലിക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു കോയിനാണ് നീ. ഹല്ലേലൂയ. നിന്നെയാണ് പിശാച് പലതും പറഞ്ഞ് ഇതിനകത്ത് മറച്ചു വെച്ചിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്നെയാണ് പിശാച് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് നീ പുറത്തു വരാതെ, ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ സമ്മതിക്കാതെ, നിന്റെ വിളിയുടെ പൂർത്തീകരണത്തിൽ എത്തുവാൻ സമ്മതിക്കാതെ പിശാച് നിന്നെ മറച്ചു വെച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? യെസ് കർത്താവേ, എന്നോട് സംസാരിക്കുകയാണെന്ന് തോന്നുന്ന എത്ര പേരുണ്ട്? I lost somewhere. ഞാൻ എവിടെയോ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എന്റെ ദർശനം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വെളിപ്പെട്ടു വരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഞാൻ മറഞ്ഞിരിക്കുക എന്ന് തോന്നുന്ന സ്തോത്രം. ഒത്തിരി പൊട്ടൻഷ്യലായ നിന്നെ, ഒത്തിരി ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടേണ്ട നിന്നെ പിശാച് നഷ്ടപ്പെടുത്തി വെച്ചിരിക്കുക. കാരണം നീയും കൂടി ഇതിനകത്തേക്ക് കയറി വന്നാലേ ദൈവരാജ്യത്തിന്റെ ശക്തി വിടാതിരിക്കേണ്ടതിന്.
സ്തോത്രം. ഇവിടെ നോക്കിയേ, യേശു ക്രിസ്തുവും ഈ ലോസ്റ്റ് എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവും ഇതിനെയും കൊണ്ട് മറിയയും ജോസഫും, ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നയാ. യേശു ക്രിസ്തുവിനെയും കൊണ്ട് ഹല്ലേലൂയ മറിയയും ജോസഫും ദേവാലയത്തിൽ പോയി അവിടുത്തെ റിച്വൽസും അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവരിങ്ങ് പോന്നു. 3 ദിവസം വഴിയാത്ര കഴിഞ്ഞു, കിലോമീറ്ററുകൾ താണ്ടിക്കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് പിടികിട്ടുന്നത് തങ്ങളുടെ കൂടെ ആരില്ല. യേശു തങ്ങളുടെ കൂടെ ഇല്ല. അങ്ങോട്ട് പോയപ്പോ യേശുവിനെയും കൊണ്ടാ പോയേ. ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ദേവാലയത്തിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു. തിരിച്ചു വന്നപ്പോ 3 ദിവസം കഴിഞ്ഞു റിയലൈസ് ചെയ്യാൻ എൻ്റെ കൂടെ ആരില്ല, ഞങ്ങളുടെ കൂടെ യേശു ഇല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. ഇതിനെയാണ് ലോസ്റ്റ് എന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. കാരണം ഞാൻ ചിന്തിക്കും, ഞാൻ ഒരു ആത്മീയനല്ലേ, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് യേശുവിനെ അറിയാം, ഞാൻ എല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കും. പക്ഷേ നീ ചില ദിവസങ്ങൾ യാത്ര കഴിയുമ്പോഴാണ് പിടികിട്ടുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ യേശു ഇല്ലായിരുന്നു. ഇന്ന് പകലിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്, കർത്താവ് നിന്റെ കൂടെ ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. സ്തോത്രം. ഇതിനെ യേശു റിപ്പന്റൻസ്, മാനസാന്തരം. എന്തുവാ മാനസാന്തരം? യേശു പറഞ്ഞു, ഞാൻ വന്നത് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ കയ്യിലുണ്ടായിരുന്നതിനെ നഷ്ടപ്പെട്ടെന്നാ, പുതിയതായിട്ടുണ്ടാക്കിയല്ല. നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. നീയും ഞാനും എല്ലാം കർത്താവിന്റെ പോക്കറ്റിലായിരുന്നു. പക്ഷെ നമ്മൾ എവിടെയോ ലോസ്റ്റായി, നഷ്ടപ്പെട്ടു. അതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ. റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ റിയലൈസ് ചെയ്യുവാണ്, എൻ്റെ കൂടെ ഇപ്പോൾ ആരില്ല, എൻ്റെ കൂടെ ആരില്ല, യേശു ഇല്ല. ഞാൻ ആരംഭിച്ചത് യേശുവുമായിട്ടാ, പക്ഷെ യേശു വഴിയിൽ നഷ്ടപ്പെട്ടത് ഞാൻ അറിഞ്ഞില്ല. പിടികിട്ടുന്നുണ്ട്? ജോസഫും മറിയയും യാത്ര പുറപ്പെട്ടത് യേശുവുമായിട്ടാ. യേശു ദേവാലയത്തിനകത്ത് നഷ്ടപ്പെട്ടത് ആരറിഞ്ഞില്ല? ജോസഫും മറിയ അറിഞ്ഞില്ല. 3 ദിവസം കഴിഞ്ഞപ്പോ അവർ തിരികെ, വചനം പറയുന്നു, അവർ തിരികെ ദേവാലയത്തിലേക്ക് മടങ്ങിച്ചെന്നു. അവനെ അവർ കണ്ടെത്തി. ഒരു സ്തോത്രം പറഞ്ഞേ. അവൻ അവിടെ ഗുരുക്കന്മാരോടുകൂടെ, അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരോടുകൂടെ നടുവിൽ ഇരിക്കുന്നത് അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. ഒരു സ്തോത്രം പറഞ്ഞേ. റിപ്പന്റൻസ്, ഇതിനെയാണ് റിപ്പന്റൻസ്. നമ്മൾ കർത്താവുമായിട്ട് ആരംഭിച്ച ആത്മീയ ജീവിതത്തിന്റെ മധ്യത്തിൽ എവിടെയോ ജീവിതത്തിൽ യേശു നഷ്ടപ്പെട്ടു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അറിയാതെ 3 ദിവസത്തെ യാത്ര പോയി. പക്ഷെ ഒരു ദിവസം നോക്കിയപ്പോ കാണാനില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ തിരികെ വന്ന് കണ്ടെത്തി. എത്ര പേർക്ക് പിടികിട്ടി? മനസ്സിലാവുന്നുണ്ടോ? തിരികെ വന്നു. ആ വഴി ഇനിയും മുമ്പോട്ട് പോയി, അവൻ വന്നോളൂ എന്ന് പറഞ്ഞ് മുമ്പ് പോവുകയല്ല, തിരികെ നടന്ന്. ആ 3 ദിവസം അതുപോലെ തിരികെ നടന്ന്. ഹല്ലേലൂയ. എവിടെ നഷ്ടപ്പെട്ടുവോ
അവിടെ തിരികെ വന്ന്, എവിടെ നഷ്ടപ്പെട്ടുവോ അവിടേക്ക് മടങ്ങി വന്ന് അവനെ കണ്ടെത്തി അവനുമായി പിന്നെയും യാത്ര തുടരുന്നതിനെയാണ് റിപ്പന്റൻസ്, മാനസാന്തരം. പോരാ പോരാ, കരമടിച്ച് പിടികിട്ടുന്ന പ്രിയപ്പെട്ടവർ മാത്രം. ഓ ഹല്ലേലൂയ. ഇതിനെയാണ് മാനസാന്തരം. രക്ഷിക്കപ്പെടുന്നതല്ല, രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതുമല്ല ഞാൻ പറഞ്ഞേ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ റിപ്പന്റ് ചെയ്യുക. ഹല്ലേലൂയ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എവിടെയോ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോ തിരികെ വന്ന് കണ്ടെത്തി അവനുമായി അടുത്ത യാത്ര തുടങ്ങുന്നതിനെയാണ് ടേൺ ബാക്ക് ടു ഗോഡ്, റിട്ടേൺ ടു, യു ടേൺ അടിക്കുക എന്ന് പറയും. റൈനാർഡ് ബോങ്കെ പറയുന്നത് യു ടേൺ അടിച്ചു എന്ന്. എന്നാൽ മുമ്പോട്ട് പോവുക. അപ്പോഴാണ് മനസ്സിലായത് വഴിതെറ്റി. യു ടേൺ അടിക്കുക, തിരിച്ചു വന്ന് അല്ലെങ്കിൽ കറക്റ്റ് ട്രാക്കിലോട്ട് കയറിയിട്ട് പിന്നെയും യാത്ര തുടരുന്നതിനെയാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് എന്നോടാ സംസാരിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കറിയാം പരിശുദ്ധാത്മാവെന്ന് ചിലരോട് ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. എവിടെയോ മിസ്സായിപ്പോയോ, ലോസ്റ്റ് ആയതിനെ നീ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. യേശു നിന്റെ ലൈഫിനകത്ത് എവിടെയോ ഹല്ലേലൂയ ലോസ്റ്റ്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് നിന്നെ കണ്ടെത്തുവാൻ പോകുകയാണ്. എനിക്കൊരു ഡ്യൂട്ടിയുണ്ട്. എന്തുവാണെന്നറിയോ? എൻ്റെ ഡ്യൂട്ടിയാണ് റിപ്പന്റൻസ്, മാനസാന്തരപ്പെടുക. എൻ്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ ലൈഫിനകത്താണ് യേശു നഷ്ടപ്പെട്ടു പോയതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടിയാണ് തിരികെ വന്ന്, എവിടെ നഷ്ടപ്പെട്ടു പോയോ അവിടെ തിരികെ വന്ന് അവനെ കണ്ടെത്തി, അവനെ കണ്ടെത്തി. സ്തോത്രം, സ്തോത്രം. അവനുമായി യാത്ര തുടരുവാൻ. ഇനി യേശുവിനെ കൂടാതെയുള്ള യാത്രയല്ല, യേശുവിനെ കൂട്ടിയുള്ള യാത്ര, യേശുവിനോട് ചേർന്നുള്ള യാത്ര. യേശുവിനെയും പോരാ. ഓ ഹല്ലേലൂയ. സ്തോത്രം. നോക്കി, ഇതിനകത്ത് ഒരു കോയിന്റെ കാര്യം പറയുമ്പോൾ അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്കറിയാം ഈ വീട്ടിനകത്ത് എവിടെയോ എന്ത് ചെയ്തു? ഇത് വിലപിടിപ്പുള്ളതല്ലേ, നഷ്ടപ്പെടാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ നഷ്ടപ്പെട്ടു പോയി. സാധാരണ കോയിൻ സൂക്ഷിക്കും പോലെ സൂക്ഷിക്കേണ്ടതല്ല ഇത്. ഇതിനകത്ത് എന്ത് ചെയ്യണം? ആ റിബണകത്ത് എപ്പോഴും സൂക്ഷിക്കേണ്ടതാ. പക്ഷെ നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയാ നഷ്ടപ്പെട്ടു പോകുന്ന പലപ്പോഴും? എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഇതിന് വില കൊടുക്കാതെ വരുമ്പോ അല്ലേ? ചില കാര്യങ്ങൾ നമുക്ക് കൈ മോശം വരുന്ന നമ്മൾ അതിനെ എന്ത് ചെയ്യില്ല, അതിനൊരു വിലയുള്ളതായി കാണുകയില്ല. പലപ്പോഴും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കളായി തീരുന്നവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ കിട്ടി, ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചിന്താഗതിയാണ് യേശു നമ്മുടെ പോക്കറ്റിലാണ്, ഞാൻ സേഫായി, എനിക്കെല്ലാം തികഞ്ഞു കഴിഞ്ഞു, യേശു എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങ് പോയാൽ മതി, യേശു എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുക. ഇവരും അങ്ങനെയാ ചിന്തിച്ചേ. യാത്രയല്ലേ, യേശു അങ്ങ് വന്നോളും. പക്ഷെ യേശു പോയില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? നീ ഇതിനെ, ഈ രക്ഷയെ
എന്ന് വില കുറഞ്ഞതായി കാണാൻ തുടങ്ങുമോ? ഇതിന്റെ ഈ മൂല്യത്തെ ഹല്ലേലൂയ നീ എന്ന് തരംതാണതായി കാണാൻ തുടങ്ങുമോ? അന്ന് ഓർത്തുകൊള്ളണം, യു ലോസ്റ്റ് യേശു, ജീസസ്. യേശുവിനെ നിനക്ക് നഷ്ടമായി. അല്ലേ? നമ്മൾക്ക് പലതും നഷ്ടപ്പെടുന്നത് നമ്മുടെ കയ്യിലൊരു സ്വർണം ഇരിക്കുക, നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ഡയമണ്ട് ഇരിക്കുക, എന്ത് ചെയ്യുക? നമുക്ക് പിന്നെ സ്വസ്ഥത കാണാനില്ല. രാത്രിയും പകലും ഒക്കെ എന്ത് ചെയ്യുക? വേണമെങ്കിൽ ഡോർ തുറന്ന് നോക്കും, ഉണ്ടോ? ഷെൽഫ് തുറന്ന് നോക്കും, അതവിടെ ഉണ്ടോ? കള്ളം വന്നോ? എവിടെയെങ്കിലും തട്ടുമുട്ട് കേട്ട് പട്ടി ഉരയ്ക്കുന്ന കേട്ട് കഴിഞ്ഞ് ചാടി കഴിഞ്ഞിട്ട് ഓടുന്ന പട്ടിയെ നോക്കാനല്ല, എന്തോ നോക്കാനോടും? ഈ സാധനം അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ. പ്രേഷ്യസ് ആയി, വിലയും പിടിപ്പുള്ളതായി ഞാൻ എന്ത് കാണുന്നു? ഇത് സെയിം തിങ് നമ്മുടെ ലൈഫിനകത്ത് ഈ രക്ഷയെ വിലയുള്ളതായി കണ്ടില്ല എങ്കിൽ, ഈ ആത്മീയ ജീവിതത്തെ നീ വിലയുള്ളതായി കാണുന്നില്ല എങ്കിൽ, നിനക്ക് കിട്ടിയ ഈ ഭാഗ്യത്തെ, ഈ രക്ഷയെ നീ വിലയുള്ളതായി കാണുന്നില്ലെങ്കിൽ, നീ ഒരുപക്ഷെ നടക്കും, പക്ഷെ നിന്റെ കൂടെ യേശു നടക്കണമെന്നില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ ഈ കോയിൻ നഷ്ടപ്പെട്ടു. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അരിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? ഒരു സ്തോത്രം പറഞ്ഞേ. ഇതെവിടെയാ നഷ്ടപ്പെട്ടു പോയേ? എവിടെയാ നഷ്ടം? വീട്ടിനകത്താ. അപ്പൊ എന്തോ ചെയ്യുക? വിളക്ക് കത്തിച്ച്. ഈ നഷ്ടപ്പെട്ടു പോയ ചില ആൾക്കാര് ഈ എന്തു ചെയ്യുക? നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഈ കണ്ണാടിയൊക്കെ കണ്ടിട്ടുണ്ടോ? ചില ആൾക്കാരുടെ ഇവിടുത്തെ കണ്ണാടി കാണാനില്ലേ, കണ്ണാടി കാണാനില്ലേ എന്ന് പറയും. അവസാനം നോക്കുമ്പോൾ തലയിലിരിക്കുക. അത് കാണാനില്ലേ, ഇത് കാണാനില്ലേ എന്ന് പറയും. അവസാനം നോക്കുമ്പോൾ എന്ത് ചെയ്യുക? ചില സമയത്ത് ഞാനിങ്ങനെയാ, എന്ത് ചെയ്യും? കീ കാണാനില്ലേ, കീ കാണാനില്ലേ എന്ന് പറഞ്ഞു. ആ കീ ആരുടെ കയ്യിലിരിക്കുക? എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുക. അപ്പൊ ഇവിടെ ഈ കാണാതെ പോയതിനെ ഇവൾ എങ്ങനെയാ കണ്ടെത്തുന്നതെന്ന് നോക്കിയേ. അവൾ വിളക്ക് കത്തിച്ചു. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. അതിന് പറഞ്ഞ അവൾ അതിനെ വിളക്ക് നമ്മൾ പറയും ലാമ്പ്. അവൾ എന്ത് ചെയ്തു? ലൈറ്റനിങ് ലാമ്പ് എന്ന്. അവൾ എന്ത് ചെയ്യാ? ഈ മെഴുകുതിരി കത്തിച്ചു എന്നല്ല പറഞ്ഞേ. മെഴുകുതിരിയുടെ പ്രശ്നം എന്തുവാ? മെഴുകുതിരി ഇങ്ങനെ ഉരുരുത്. ഇത് ലാമ്പ്, അതിനകത്ത് എണ്ണ ഉണ്ടാകണം. അപ്പൊ ആദ്യം എന്തുണ്ടാകണം? വിളക്ക് കത്തണമെങ്കിൽ എന്തുണ്ടാകണം? എണ്ണ ഉണ്ടാകണം. അപ്പൊ ഇവിടെ ഇവർ ലോസ്റ്റ് ആയത് നോക്കുക. ഒന്ന്, അവിടെ ഇരുട്ടാ. പിടികിട്ടുന്നുണ്ടോ? നഷ്ടപ്പെട്ടു എന്ന് ഇവൾ തിരിച്ചറിയുമ്പോ ഇവൾ ആദ്യം ചെയ്യുന്നത് എന്ത് ചെയ്യുക? ഇരുട്ടിനെ മാറ്റുക. നഷ്ടപ്പെടുന്നതിന്റെ പല കാരണങ്ങൾ എന്തുകൊണ്ടാ? നമ്മുടെ ലൈഫിനകത്ത് വെളിച്ചമില്ലാത്തതുകൊണ്ടാ. പിടികിട്ടുന്നുണ്ടോ? നിന്നിൽ നിന്ന് പിശാച് ചിലത് ചോർത്തുന്നതിന്റെ, വിലപിടിപ്പുള്ളതിനെ ചോർന്നു പോകുന്നതിന്റെ കാരണം നിന്റെ അകത്ത് എവിടെയോ ഇരുട്ട് കയറിയതുകൊണ്ടാ. പിടികിട്ടിയില്ല. എവിടെയോ ഇരുൾ നിന്നെ ഭരിക്കാൻ തുടങ്ങിയെങ്കിൽ ഓർത്തോളണം, ചില നഷ്ടങ്ങൾക്കാ നിന്നിൽ നിന്ന് പിശാച് ചിലത് മോഷ്ടിക്കാൻ വേണ്ടിയാ, നന്മകളെ മോഷ്ടിക്കാൻ വേണ്ടിയാ. ഇവിടെ ഇതിന്റെ ലക്ഷണം നിങ്ങൾ നോക്കിയേ. ഇവൾ ആദ്യം എന്ത് ചെയ്യാ? കണ്ടെത്താൻ ശ്രമിക്കുമ്പോ അവിടെ ഇരുട്ടാ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്ന? എത്ര പേർക്ക് പിടികിട്ടുന്നു? നിന്റെ വീട്ടിനകത്ത് ഇരുട്ട് കയറി തുടങ്ങിയെന്ന് കണ്ടാൽ ഹല്ലേലൂയ,
നീ അതിനെ നോക്കിക്കൊണ്ടിരിക്കരുത്. നീ ഓർത്തോളണം, ഹല്ലേലൂയ, സംതിങ് ഹല്ലേലൂയ ലൂസാകാൻ പോവുക, നഷ്ടം സംഭവിക്കാൻ പോവുക. സ്തോത്രം. ചിലത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞോളണം. വീട്ടിൽ ഇരുട്ട് കയറി എന്ന് കണ്ടാൽ, നിന്നിൽ അല്ലെങ്കിൽ ഇരുട്ട് വ്യാപരിക്കുന്നു എന്ന് കണ്ടാൽ ഓർത്തോളണം, നിന്റെ വെളിച്ചത്തെ കെടുത്തുന്നത് നിന്നിൽ നിന്ന് ചിലതിനെ നഷ്ടപ്പെടുത്താനാ. നിന്റെ തീയെ കെടുത്തുന്നത് നിന്നെ മോഷ്ടിക്കാനാ, നിന്റെ നന്മയെ മോഷ്ടിക്കാനാ, നിന്റെ അനുഗ്രഹത്തെ മോഷ്ടിക്കാനാന്ന് നീ തിരിച്ചറിഞ്ഞോളണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ വീട്ടിലെ പ്രാർത്ഥനയെ മുടക്കുന്നെങ്കിൽ, നിന്റെ ആത്മീയതയെ മുടക്കുന്നെങ്കിൽ, നിനക്ക് ആരാധിക്കാൻ കഴിയാതെ ആക്കുന്നുവെങ്കിൽ, നിനക്ക് ഉപവസിക്കാൻ കഴിയാതെ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നെങ്കിൽ ഓർത്തോളണം, നിന്റെ തീയെ കെടുത്തി നിന്റെ നന്മകളെ, നിന്റെ വിലപിടിപ്പുള്ളതിനെ ചോർത്തിയെടുക്കാനുള്ള പിശാചിന്റെ തന്ത്രമാണെന്ന് നീ ഓർത്തോളണം. സ്തോത്രം. ഇവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇരുള, വീട് മുഴുവൻ ഇരുള. ഹല്ലേലൂയ. ഇവൾ കണ്ടെത്താൻ ആഗ്രഹിച്ചപ്പോൾ ആദ്യം ചെയ്തത് അവൾ വിളക്ക് കത്തിച്ചു. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ചിലരോട് പറയുക, ഹല്ലേലൂയ, നിന്റെ വീട്ടിലെ നഷ്ടം മാറണമെങ്കിൽ, ചിലത് നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരണമെങ്കിൽ, കണ്ടെത്താൻ കഴിയണമെങ്കിൽ, ഇന്ന് പകലിൽ ആ വിളക്ക് കത്തിക്കാൻ ഇന്ന് നീ ഒരുങ്ങിക്കോ. നിന്റെ വിളക്കിനെ ജ്വലിപ്പിക്കാൻ ഒരുങ്ങിക്കോ. പോരാ. ഇന്ന് പകലിൽ ചിലത് കത്തി തുടങ്ങട്ടെ. പിശാച് കഴിഞ്ഞ നാളുകളിൽ, ആണ്ടുകളിൽ നിന്നിൽ നിന്ന് നിന്റെ വിളക്കിനെ കെടുത്തി, നിന്റെ ആത്മീയതയെ കെടുത്തി, നിന്റെ ദർശനത്തെ പരിശുദ്ധാത്മാവിൽ നിന്റെ വിളക്കിനെ ഒന്ന് ജ്വലിപ്പിച്ച് തീ കത്തട്ടെ, നിന്റെ ലാമ്പ് കത്തട്ടെ, ഇന്നൊരു വെളിച്ചം ഉണ്ടാകട്ടെ. പറഞ്ഞ അന്യഭാഷകളെ കരങ്ങൾ ചേർത്തടിച്ച് പരിശുദ്ധാത്മാവിൽ ശക്തമായി കൈകൾ ചേർത്തടിച്ച് ദൈവശക്തിയിൽ പരിശുദ്ധാത്മാവിൽ ശക്തമായി വെളിച്ചം ഉണ്ടാകട്ടെ. ഓ, നിന്റെ ഭവനത്തിന്റെ ഇരുൾ മാറേണ്ടതിന്, ആത്മീയ മേഖലകളിൽ കെടുത്തിക്കളഞ്ഞ നിന്റെ വെളിച്ചത്തെ കെടുത്തിക്കളഞ്ഞ് നിന്നിൽ നിന്ന് ചിലർ അപഹരിക്കാൻ, നിന്റെ സമാധാനത്തെ, സന്തോഷത്തെ, അനുഗ്രഹത്തെ അപഹരിക്കാൻ ശ്രമിക്കുന്ന സകലത്തിനെ നോക്കി ഇന്ന് നീ ഞാൻ എന്റെ ലൈറ്റ് കത്തിക്കുന്നു, എന്റെ വെളിച്ചം ഹല്ലേലൂയ ഞാൻ ജ്വലിപ്പിക്കുന്നു. അന്യഭാഷകളിൽ ഓരോ കരമടിച്ച് ദൈവാത്മാവിൽ, ദൈവശക്തിയിൽ ജ്വലിക്കട്ടെ. അന്യഭാഷകളെ പിശാച് കവർന്നെടുത്തതിനെ കണ്ടെത്താൻ
നിന്നെ ജ്വലിപ്പിക്കുന്ന കെട്ടുപോയ ചിലതിനെ വിളക്കുകൾ ഇന്ന് പകലിൽ കത്തട്ടെ. രാഗത്തെ പ്രകാശം ജ്വലിക്കുന്നു. വെളിച്ചമായി ജ്വലിച്ചു പുറത്തു വരട്ടെ. താങ്ക് യു ലോർഡ്. ചിലത് കണ്ടെത്തണമെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഹല്ലേലൂയ കണ്ടെത്തണമെങ്കിൽ വിളക്ക് കത്തിയേ പറ്റൂ. ഒരു സ്തോത്രം പറഞ്ഞ് വിളക്ക് കത്തിയേ പറ്റൂ. ഇരുൾ മാറിയാലേ നഷ്ടപ്പെട്ടു പോയതിനെ നിനക്ക് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ അവൾ വചനം പറയുകയാണ്, അവൾ വിളക്ക് കത്തിച്ചു, വീട് അടിച്ചുവാരി. വിളക്ക് കത്തിച്ചപ്പോഴാണ് പിടികിട്ടിയത് വീട് അടിച്ചു വരിയിട്ട് നാളുകളായെന്ന്. പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ഇതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യുക? മാറാല പിടിച്ചു കിടക്കുക. ഈ കോയിൻ ഈ വീട്ടിനകത്തുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ചവറും വലകളും പൊടികളും കൊണ്ട് മറഞ്ഞു കിടക്കുക. എത്രയൊക്കെ പിടികിട്ടുന്നൊന്നറിയില്ല. ഇതിനകത്ത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, പിശാച് ഇതിനെ മറച്ചിട്ടിരിക്കുക. പല മാറാലകൾ നിന്റെ മേലിലിട്ട്, പല ബാധ്യതകൾ നിന്റെ മേലിട്ട്, പല വിഷയങ്ങൾ നിന്റെ മേലിട്ട് നിന്നെ ഒതുക്കി മറച്ചു വെച്ചേക്കുക. ഇന്ന് കത്തുന്ന വിളക്കിന്റെ മുമ്പിൽ നീ മറഞ്ഞിരിക്കാതെ പുറത്തു വരും. യെസ്. ഓ അതിന് പറയുവാണ്, അവൾ വിളക്ക് കത്തിച്ചു, വീട് അടിച്ചുവാരി. വീട് അടിച്ചങ്ങോട്ട് വാരി. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കത്തി തുടങ്ങിയ നിനക്ക് പിടികിട്ടും എവിടെയൊക്കെയാ വല പിടിച്ചെന്ന്, എവിടെയാ എന്റെ കുറവെന്ന്, എവിടെയാ ഞാൻ വീണുപോയെന്ന്, എവിടെയാ പിശാചനെ തകർത്തേന്ന്, എവിടെയാ എന്റെ ആത്മീയ ജീവിതത്തെ പിശാച് മൂടിയതെന്ന് പിടികിട്ടുന്നത് നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുമ്പോഴാണ്. സ്തോത്രം. വിളക്ക് കത്തിയപ്പോഴാ അവർക്ക് പിടികിട്ടിയേ. കോയിൻ ഇതിനകത്തുണ്ട്, പക്ഷെ കണ്ടെത്താൻ പറ്റാതെ എന്ത് കിടക്കുക? പലതും കിടക്കുക. പാപം കിടക്കുക, അകൃത്യം കിടക്കുക, മാറാലെ കിടക്കുക. സ്തോത്രം. ഇന്ന് പകലിൽ വിളക്ക് കത്തണം. അപ്പോഴേ പിടികിട്ടു എൻ്റെ നന്മകൾ എൻ്റെ വീട്ടിനകത്തുണ്ട്, എൻ്റെ കോയിൻ വീട്ടിനകത്തുണ്ട്, എൻ്റെ നട്ടങ്ങൾ ഇതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ ഞാൻ ആ മാറാലകളെ മാറ്റി, ഞാൻ വീട് അടിച്ചു വാരി അതിനെ വൃത്തിയാക്കി, അവൾ അതിനെ കണ്ടെത്തി. എത്ര പേർക്ക് പിടികിട്ടിയെന്നറിയില്ല. ഇന്ന് ചിലതിനെ അടിച്ചു വാരി വൃത്തിയാക്കാൻ തുടങ്ങിയാൽ നീ ഓർത്തോളണം, ചിലത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന ചിലത് നിന്റെ കൺമുമ്പിൽ തെളിഞ്ഞു വരും. പിശാചും മറച്ചു വെച്ചത് നിന്റെ കൺമുമ്പിൽ തെളിഞ്ഞു വരും. അവൾ അതിനെ അടിച്ചു വാരി വൃത്തിയാക്കി ആ കോയിൻ അവൾ കണ്ടെത്തിയതുപോലെ ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിച്ച് ആരാധിച്ച് ഹല്ലേലൂയ നിന്റെ വിളക്കിനെ കത്തിച്ച് ചില മാറാലകളെ പൊട്ടിച്ചു കളഞ്ഞ് ചിലതിനെ വിട്ടുകളഞ്ഞ് വൃത്തിയാക്കിയാൽ സ്തോത്രം. വീട്ടിനകത്ത് നഷ്ടപ്പെട്ടു പോയാൽ അത് കണ്ടെത്തണമെങ്കിൽ വീട് വൃത്തിയാക്കിയേ പറ്റൂ. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അവള് വിളക്ക് കത്തിച്ചു. വായിച്ചേ. അവൾ വിളക്ക് കത്തിച്ചു, വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിച്ചു. ഒരു സ്തോത്രം പറഞ്ഞേ. രണ്ട് കാര്യങ്ങളാണ്. എന്നും ഞാൻ പറയാം, എനിക്ക് നഷ്ടമാണ്, കട്ടമാണ്, എനിക്ക് നഷ്ടപ്പെട്ടു, പിശാച് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുകയല്ല. എൻ്റെ ഒരു സൊല്യൂഷനാണ് ഞാൻ പറയുന്നേ. ഹല്ലേലൂയ. എൻ്റെ നന്മ നിനക്ക് കണ്ടെത്തണമെങ്കിൽ ഒന്ന്, നീ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണം. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറ, പരിശുദ്ധാത്മാവിൽ ജ്വലിക്കണം. വിളക്ക് കത്തണം. വിളക്ക് കത്തണം. പോരെ, കൂടെ ചേർന്ന് പറഞ്ഞു, കൈവിടണ്ട, വിട്ടു പറ. വിളക്ക് കത്തണം. സ്തോത്രം. മൂന്നൂടെ പറയാം. മാറാലെ അടിക്കണം. വൃത്തിയാക്കേണ്ടത് വൃത്തിയാക്കണം. അവിടെ ഇവിടെ കൂടിക്കിടക്കുന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ജീവിതത്തിന്റെ മാറാലകളെ ക്ലീൻ ചെയ്യണം. കുറവുകളെ ക്ലീൻ ചെയ്യണം. പാപങ്ങളെ ക്ലീൻ ചെയ്യണം. അശുദ്ധികളെ വിട്ടുകളയണം. സ്തോത്രം, 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 സ്തോത്രം. എന്നിട്ട് സൂക്ഷ്മതയോടെ ഏകാഗ്രതയോടെ നീ ഒന്ന് അന്വേഷിച്ചാൽ അന്വേഷിപ്പിൻ, കണ്ടെത്തും. പോരാ പോരാ പോരാ. പോരാ. ഓരാ ബാബാ ബാബാ ശേഖേമനെ അസ്താ മനോ ലഗത്വര ദിയാന്തരെ. ഇന്ന് പകലിൽ ചിലതിനെ വിട്ടുകളഞ്ഞ് ശുദ്ധീകരണം വരുത്തി നീ ഏകാഗ്രതയോടെ അവന്റെ മുഖം അന്വേഷിച്ചാൽ നീ അവനെ കണ്ടെത്തും. നീ അത്ഭുതം കണ്ടെത്തും. നീ വിടുതൽ കണ്ടെത്തും. നഷ്ടപ്പെട്ടു പോയത് നീ കണ്ടെത്തും. മറഞ്ഞിരിക്കുന്നത് ദൈവമൈതലേ
നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഓരോ കരമടിച്ചാത്മ നിറവിൽ ഓ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് വചനത്തിന്റെ മേൽ പരിവർത്തിക്കട്ടെ, ക്രിയ ചെയ്യട്ടെ. ഹൃദയങ്ങൾ ക്രിയ ചെയ്യട്ടെ, ജീവിതങ്ങൾ ക്രിയ ചെയ്യട്ടെ. അഭിഷേകം ജീവിതങ്ങളിൽ രൂപാന്തരം ഉണ്ടാക്കട്ടെ, വിടുതൽ ഉണ്ടാക്കട്ടെ. In the name of Jesus. ആത്മനിറവിൽ പരിശുദ്ധാത്മാവിൽ ദൈവസന്നിധിയിൽ ചിലത് ഏറ്റുപറഞ്ഞ്, കുറവുകളെ ഏറ്റുപറഞ്ഞ്, ബലഹീനതകളെ ഏറ്റുപറഞ്ഞ്, കറകളെ ഏറ്റുപറഞ്ഞ്, ഹല്ലേലൂയ, ജീവിതത്തിന്റെ അശുദ്ധിയുടെ ഭാഗങ്ങളെ ഏറ്റുപറഞ്ഞ്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, അപ്പാ എന്റെ ഭവനം ഞാൻ അടിച്ചു വൃത്തിയാക്കുന്നു, എന്റെ മനസ്സ് അടിച്ചു വൃത്തിയാക്കുന്നു, എന്റെ സ്പിരിച്വൽ റിലാം വൃത്തിയാക്കുന്നു, ഞാൻ ക്ലിയർ ആക്കുന്നു, ക്ലീൻ ചെയ്യുന്നു. ഞാൻ കണ്ടെത്തി അന്വേഷിക്കും, അവന്റെ മുഖം ഞാൻ അന്വേഷിക്കും, ഞാൻ അവനെ കണ്ടെത്തും. പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് ചില അശുദ്ധികളെ മാറ്റി, വേണ്ടാത്തതിനെ മാറ്റി, അടിച്ചു വൃത്തിയാക്കി നിനക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ, സന്തോഷത്തെ